അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. എന്റെ ഉപ്പയും ഉമ്മയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത്. എന്റെ ഉപ്പ പറയോ ഞാൻ എന്നെ ഇതുപോലത്തെ ഒരു പ്രോഗ്രാമിൽ കൊണ്ടെത്തി. ഞാൻ ഏറ്റവും ബാക്കിൽ പോയിരുന്നു, മൊബൈൽ കളിച്ചിട്ട് ഏറ്റവും ബാക്കിൽ പോയിരുന്നു. പക്ഷെ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി, ഇത് ഇവർക്ക് വേണ്ടിയുള്ളതല്ല, എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആസിമെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ അതിലെ പ്രൊഫഷണലി ഞാൻ എന്റെ പ്രൊഫഷനായിട്ട് എന്നെ തീരുമാനം എടുത്തു. ഞാൻ ഇതിലേക്ക് വന്നു. ഇന്ന് ഞാൻ ആസിമിലൂടെ ഒരു ടെക്നിക്കൽ അച്ചീവർ ആണ്. നിങ്ങളുടെ മക്കൾ ഇങ്ങനെ ഇവിടെ നിർത്തണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടോ? അല്ലേ? നമ്മുടെ പ്രോഗ്രാം നമ്മുടെ മക്കൾ കൊണ്ടുവരിക. അവരിവിടെ ഇരുന്ന് ഇത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതം അവരുടെ ജീവിതം രക്ഷപ്പെടും. അതിനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് എല്ലാവർക്കും തന്നത്. എല്ലാവരുടെ മക്കളും ആർസിമിൽ നിങ്ങളൊപ്പം കൈ പിടിക്കാനായിട്ട് ഉണ്ടാവും. ഉണ്ടാക്കേണ്ടവരുടെ എക്സലന്റ്. ഇത്രയും നല്ല രാജകീയ ഓഡിയൻസ്, അടിപൊളി. എന്തായാലും ഈ ഒരു സെഷൻ തന്നെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനെ നന്ദി പറഞ്ഞു നിർത്തുന്നു. ജയ് ആർസിയ, ഗുഡ് ആർസിയ. Thank you, Ramesh sir. Thank you so much. പെട്ടെന്ന് എൻ്റെ മനസ്സ് മംഗലാപുരം അവിടുന്ന് കർണാടക കേരള ബോർഡറിലോട്ട് പോയി. രൂപാന്തര യാത്രയുടെ രഥയാത്ര കേരളത്തിലോട്ട് കടക്കുന്ന സമയം നൂറുകണക്കിന് കാറുകളും ബൈക്കുകളും ആയി നമ്മൾ കേരളത്തിന്റെ ലീഡേഴ്സ് സ്വീകരിക്കണ്ടേ അല്ലേ? കോഴിക്കോടും മലപ്പുറത്തും തൃശ്ശൂരും നടക്കുന്ന പ്രോഗ്രാമിന് ശേഷം സെപ്റ്റംബർ 28 കൊച്ചി 10,000 ജനങ്ങൾ തിങ്ങി നിൽക്കുന്ന ജനസാഗരത്തിലേക്ക് ആര് കടന്നു വരും? നമ്മുടെ മഹാനായ TCG മൂന്നാമത്തെ പ്രാവശ്യം കേരളത്തിലോട്ട് വരാൻ വരും. ഓപ്പണർ, അതായത് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ ഓപ്പണർ ലെവലിൽ വന്ന ആളുകൾ സ്റ്റേജിന്റെ ഈ സൈഡിൽ വരിക, ലൈനായിട്ട് ഇവിടെ വന്ന് നിൽക്കുക. ഓപ്പണർ അച്ചീവേഴ്സ്. ഓക്കെ. അതോടൊപ്പം തന്നെ ഈഗിൾ അച്ചീവേഴ്സ്, ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ ഈഗിൾ ലെവൽ അച്ചീവ് ചെയ്ത ആളുകൾ സ്റ്റേജിന്റെ റൈറ്റ്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഏത് സൈഡ് വരും? ഈ സൈഡിൽ അങ്ങനെയായിരിക്കും വരിക. എമറാൾഡ് അച്ചീവേഴ്സ്, 2 ഫാമിലി ആയിട്ടുള്ള എമറാൾഡ് അച്ചീവേഴ്സ് ആ സൈഡിലും, 2 ഫാമിലി ആയിട്ടുള്ള എമറാൾഡ് അച്ചീവേഴ്സ് ഇവിടെ. ഇംഗ്ലീഷ് ഫാമിലി ആയിട്ട് അല്ല എങ്കിൽ 2 എമറാൾഡ് ലീഡേഴ്സ് ഈ സൈഡിൽ ആളുകൾക്ക് മെഡൽ കൊടുക്കാനായിട്ടുണ്ടാവണം. സ്റ്റേജിന് മുകളിൽ തന്നെ താഴെ നിന്നാണ് നമ്മൾ മെഡൽ ഇടുന്നത്. നമ്മുടെ വോളണ്ടിയേഴ്സ് ഉണ്ട്, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. 2 എമറാൾഡ് അച്ചീവേഴ്സ് ആ സൈഡിൽ വേണം. 2 എമറാൾഡ് അച്ചീവേഴ്സ് ഈ സൈഡിൽ നിന്ന് വരാമോ? 2 എമറാൾഡ് അച്ചീവേഴ്സ്. യെസ്. സുഭാഷ് സാർ, ബാബു സാർ വേണം. യെസ്. അപ്പോൾ മെഡല് ഇനി എന്താണ് ലെവൽ? ഈ ലെവൽ ഇടാം. നമുക്ക് സ്റ്റേജ് ഒന്ന് സ്ക്രീനിൽ ഒന്ന് കാണിക്കാമോ? യെസ്. അതായത്